നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന രോഹിത് വല്ലാത്ത അസ്വസ്ഥനായിരുന്നു. ബാലേന്ദ്രനാണെങ്കിൽ രോഹിത്തിന്റെ മുറിയുടെ പൂട്ടും താഴും എല്ലാം പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ അവൻ ആ മുറിക്കകത്ത് കുറ്റിയിട്ടിരിക്കുന്നത് കാണണം എന്നൊരു ചിന്തയായിരുന്നു ബാലേന്ദ്രന്റെ മനസ്സിൽ. എന്ത് വന്നാലും അങ്ങനെ വിടാനായിട്ട് ബാലേന്ദ്രൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് അലീന വരുന്നുണ്ട്. അലീന വന്ന് സംസാരിക്കണ സമയത്ത് അലീന പറഞ്ഞു, അച്ഛൻ അങ്ങനെ ചെയ്തുകൊണ്ട് രോഗത്ത് നേരെയാവുന്ന അച്ഛന് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവന് ഇപ്പം ഏതോ സമയം കഥവ് കുറ്റിയിട്ട് അകത്തിരിക്കുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ വിശ്വസിച്ച് പുറത്തിരിക്കും? നിനക്കറിയാലോ അലീന, അവൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യം അനുസരിക്കാറുണ്ടോ? നേരെ ചൊവ്വേ ആഹാരം കഴിക്കാറുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അവൻ്റെ തോന്നിയാസോ. പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവനെ പുറത്തിറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, ഈ സമയത്ത് നമ്മൾ അവനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അവനോട് തന്നെ ദേഷ്യമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് മാറണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. നമ്മൾ അവന് കുറച്ച് സമയം കൊടുക്കണം. ക്ഷമയോടുകൂടി സ്നേഹത്തോടു കൂടി അവനെ കൈകാര്യം ചെയ്തിട്ടേ കാര്യമുള്ളൂ. അവൻ്റെ അടുത്ത് നമ്മൾ ദേഷ്യപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ദേഷ്യമായിരിക്കും അവൻ നമ്മളോട് കാണിക്കണമെന്ന് പറഞ്ഞു. അതിപ്പോൾ ശരി, അച്ഛനാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, ആരൊന്നും അവൻ നോക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും മനഃപൂർവ്വം അവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചാണോ? അല്ലല്ലോ. നമ്മൾ അവൻ്റെ തലയിലേക്ക് ഒരു കുറ്റം കെട്ടിവെച്ചാണോ? അല്ല. അവനായിട്ട് ചെന്ന് ചാടിക്കൊടുത്തല്ലേന്ന് ചോദിച്ചു. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ഇതെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. എവിടെ ശരിയാവാനായിട്ട്? വീടിൻ്റെ അടിത്തറ തന്നെ ഇളകി കിടക്കുമല്ലേ, പിന്നെ എങ്ങനെയാ? അടിത്തറ പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അതൊന്നും ശരിയാവാനായിട്ട് പോകുന്നില്ല. അതെങ്ങനെയാ? വൈജയെ കണ്ടല്ലേ മക്കള് പഠിച്ചിരിക്കുന്നത്. വൈജയുടെ സ്വഭാവം കുറെ കിട്ടാതിരിക്കുക. അവള് നേരെ ചൊവ്വ അവരെ വളർത്തുമായിരുന്നെങ്കിൽ ഞാൻ ഓരോ കാര്യത്തിൽ ശിക്ഷണം കൊടുക്കണമെന്ന് പറയുമ്പോൾ അവള് പറയും, പിന്നെ എൻ്റെ മക്കൾ അങ്ങനെയൊന്നും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അവളല്ലെങ്കിലും പണ്ട് മുതൽ എങ്ങനെയാ ഇത്രയും കാലം എന്നെ പറ്റിച്ച് എൻ്റെ കൂടെ കഴിഞ്ഞില്ലേ? ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇപ്പം അതിനെക്കുറിച്ചൊക്കെ പറയുന്നേ? മാഡത്തിൻ്റെ കാര്യം അറിയാവുന്നതല്ലേ? മാഡത്തിൻ്റെ സ്വഭാവം ഇനിയിപ്പം നമ്മളാരും നോക്കിയാൽ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് മാറ്റാൻ അറിയത്തില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പിന്നെ കുടുംബത്തിൽ കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ അവളുടെ അഹങ്കാരം കണ്ടോ? ഡിവോഴ്സും കാര്യങ്ങളും. അവൾക്ക് ഇത്രയൊക്കെ ആയിട്ട് അവൾ പഠിച്ചിട്ടില്ല. വീണ്ടും ഡിവോഴ്സിന്റെ പിന്നാലെ അവൾ പോകുക. അവളുടെ വിചാരം എന്നെ തോൽപ്പിക്കാന്നായിരിക്കും. അത് വെറുതെയാ. ഈ സമയത്ത് അലീന പറഞ്ഞു, അച്ഛൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? അതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ലെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, സംഭവിച്ചാലും എനിക്കെന്താ? കോടതിയിൽ ഞാനേ ഉള്ള സത്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയും. അവളെ ഞാൻ തൊലി ഉരിച്ച് നിർത്തുമെന്ന് പറഞ്ഞു കോടതിയിൽ. അതോടുകൂടി അവളൊരു പാഠം പഠിച്ചോളൂ എന്നൊക്കെ ഇങ്ങനെ അലീനയോട് പറയണം. അലീനയ്ക്ക് മനസ്സിലായി ബാലേന്ദ്രൻ്റെ അവസ്ഥ എന്താന്നുള്ള കാര്യം, എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അലീന ഹാളിലേക്ക് വരുമ്പോഴത്തേനും രോഹിത്ത് മുറിക്കകത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. കാരണം കഥയിന് കുറ്റിയും കൊളുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ആർക്ക് വേണം പോയി തുറക്കാലോ. അപ്പം അത് അവന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. രോഹിത്ത് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പലീനെ ഓടി അങ്ങ് ചെന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടാ രോഹിത്തെ എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. ഞാൻ എങ്ങോട്ട് പോയാലും നിനക്കെന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടാണ് രോഹിത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പോകുന്നവനല്ല. പക്ഷെ ഇപ്പം എല്ലാവരുടെയും ഉള്ള ദേഷ്യത്തിന് ഏതാ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. അത് രോഹിത്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. അലീനയ്ക്ക് ഭയങ്കര വിഷമമായി. അലീനെ ഓർത്ത് എങ്ങോട്ടായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ. ആകെപ്പെട്ടൊരു ഭയമുണ്ടായി. ഒരിത്തിരി സമയം കഴിഞ്ഞില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്ത് ഓടിക്കതച്ച് വരുന്നുണ്ടോ. നാട്ടുകാരെല്ലാം കൂടെ അവനെ ഓടിക്കുമായിരുന്നു കല്ലും തടിയെടുത്ത്. കാരണം ഒരു പെൺകൊച്ചിനെ പീഡിപ്പിച്ചവന് നാട്ടിലിറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ? അവരുടെയൊക്കെ കണ്ണിൽ ഇപ്പോഴും അവൻ കുറ്റക്കാരൻ തന്നെയാണ്. വടിയും പത്തലുമൊക്കെ ആയിട്ട് നാട്ടുകാരെല്ലാം കൂടെ പാഞ്ഞു വരുവാണ്. ഓടി ഇങ്ങോട്ട് വരുന്നിടപ്പത്തേനും അലീന ഞെട്ടിപ്പോയി. അവൻ വീഴാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അലീനെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചു. എന്താണെന്ന് ചോദിക്കണം. ആ സമയത്താണ് കുറേ ആൾക്കാർ കല്ലും തടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും കല്ലൊക്കെ വെച്ച് എറിയുന്നു കണ്ടു. പെട്ടെന്ന് തന്നെ അലീന മുറിയിലേക്ക് കയറി അകത്തേക്ക് കയറി കഥ അടയ്ക്കുകയാണ്. പിന്നീട് ബാലേന്ദ്രൻ്റെ ഉറക്കം വിളിച്ചു. ബാലേന്ദ്രൻ്റെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അലീന കാര്യം പറയണം. ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവന്മാരെന്നും പറഞ്ഞ് കഥ തുറക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, വേണ്ട അച്ഛാ വേണ്ടാന്ന് പറയാണ്. ഞങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ മുണ്ടും മടക്കുത്തി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ കുറച്ച് നാട്ടുകാരോട് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താടാ നിനക്കൊക്കെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. നീക്ക് എന്തിനാ അവിടെ നീ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. ഇറക്കി വിടാം നീ ഇങ്ങോട്ടേക്ക്. ഒരു പാമ്പ് പിടിച്ച പെങ്കൊച്ചിനെ പീഡിപ്പിച്ചിട്ട് അവൻ സുഖിച്ച് റോഡിൽ കൂടെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ നാട്ടുകാരൊക്കെ എന്നാ കാണിക്കാൻ വേണ്ടി ഇരിക്കണ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, എൻ്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അത് കോടതിയിൽ തെളിഞ്ഞ കാര്യമാണ്. പിന്നെ നിങ്ങൾ എന്തിനാ അവരെ ക്രൂശിക്കാൻ വരുന്നതെന്ന് ചോദിച്ചു അവനെ. പിന്നെ
പണം കൊണ്ട് എന്ത് നടക്കുമല്ലോ, നിങ്ങൾ പണം കൊടുത്ത് ഒതുക്കിയതല്ലേന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, ഇതേ വെറുതെ അനാവശ്യം പറയരുത്. പണം കൊടുത്ത് ഒതുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ലാന്ന് പറഞ്ഞു. എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് മാത്രം അവനെ പുറത്തു വിട്ടെ. പക്ഷേ കുറച്ച് പേര് അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അത് കിട്ടിഞ്ഞപ്പോൾ അവന്മാർക്കൊക്കെ ഒരു പതർച്ച. അവന്മാർ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ ഗേറ്റൊക്കെ അടച്ച് കുറ്റിയിട്ടു. ബാലേന്ദ്രൻ മനസ്സിലായി, രോഹിത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് അവനെ അങ്ങനെ ഉൾക്കൊള്ളില്ല, അവനിട്ട് പണി കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലായായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മണിശങ്കർ വരുന്നത്. മണിശങ്കർ വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ വലിയ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, രോഹിത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചെല്ലാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനു പറഞ്ഞു, അങ്കളെ നമുക്കൊരു കാര്യം ചെയ്താലോ, ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ എന്ന് ചോദിച്ചു. സൈക്കാട്രിസ്റ്റിന്? അതെ, അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ ഇതിന് മാറ്റം കാണുമായിരിക്കും. ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ട് കാണും, നമ്മളോടൊന്നും തുറന്നു പറയാൻ പറ്റാത്ത പല വിഷമങ്ങളും കാണും. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇതിന് കാരണം. മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവരെങ്ങനെ തന്നെ കാണും. ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചല്ലേ എന്നുള്ള രീതിക്കായിരിക്കും കാണുന്നത്. അവൻ്റെ കോളേജ് പഠിത്തവും കാര്യങ്ങളും അതൊക്കെ അവനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യമാണെങ്കിലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അതും എനിക്ക് തോന്നാതിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ മാറ്റം കിട്ടുമെങ്കിൽ അവനെ നമുക്ക് കൊണ്ടേ കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നീട് മണിശങ്കർ പോകുന്ന സമയത്ത് അലീനോട് പറഞ്ഞു, അതെ ആൻറ്റി ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. മാഡം വരുമെന്ന് ചോദിച്ചു. വരും ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പം മണിശങ്കർ വൈജയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈജ ഇങ്ങോട്ടേക്ക് തിരികെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ഉപദേശമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല വൈജയ്ക്ക് അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകണേ വൈജയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല രോഹിത്ത് അവനെയും കൂടെ വന്നിട്ടുണ്ടെങ്കിലും അവനിപ്പം പഴയതുപോലെ ഒന്നും അല്ല, അവന് ഭയങ്കര മാറ്റമാണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ എന്താ എങ്ങനെയാണെന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് വൈജി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഗംഗാധരനും ശിവശങ്കരനോട് വരുന്നുണ്ട്. അപ്പം ഗംഗാധരൻ ഇത്ര ദിവസം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവർ ജയിലിലായതിനു ശേഷം ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ വന്ന് ശിവശങ്കരൻ്റെ അവിടെ കയറി ശിവശങ്കരനോട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പുറത്തിറങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് പോയി വൈജയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വൈജയോട് പറഞ്ഞു, നീ വേറെ വീട് മാറ്റണം, നിനക്ക് തന്നെ അതിൻ്റെ ദോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജയെക്കുറെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒടുവിൽ വൈജയനെ ഡിസ്ചാർജ് ചെയ്ത് നേരെ കടപ്പാട്ട് വീട്ടിലേക്ക് അവർ കൊണ്ടിരുന്നത്. അവർക്കറിയാം ഈ പറയുന്ന വൈജ വേറെ പോയിട്ടുണ്ടെങ്കിലും വൈജയ്ക്ക് തന്നെ പണി കിട്ടാൻ പോകുന്നത്. കാരണം അവൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒട്ടുമിക്കാലും ഉണ്ടായിരിക്കുന്നത്. വൈജയുടെ മോളാണല്ലോ അലീന. എന്നിട്ടും ബാലേന്ദ്രൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത് അത് ഒരു കുടുംബജീവൻ താരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണെന്നും അറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വൈജയുടെ അഹങ്കാരം തീർത്തല്ലേ മതിയാവുള്ളൂ. അങ്ങനെ ഗംഗാധരനും ശിവശങ്കരനും ഒക്കെ കുറേ പറഞ്ഞതിന് ശേഷമാണ് കടപ്പാട്ട് വീട്ടിലേക്ക് വൈജ വരാൻ തയ്യാറാകുന്നത്. ഒടുവിൽ അവരങ്ങനെ കടപ്പാട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ബാലേന്ദ്രനാണ് പോയി കഥ തുറക്കണേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങളോ കയറി വരാൻ പറഞ്ഞു. ഈ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ല വേറൊരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. വേറൊരാൾ? അതാരാന്ന് ചോദിച്ചു. ഈ സമയം വൈജ കാരണത്തിന് ഇരിക്കുക. വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നു. അലീന വന്നു കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ ചോദിച്ചു, സുഖമാണോ മോളെ എന്നൊക്കെ ചോദിക്കുക. സുഖം അങ്കിളെന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോഴേക്കും വൈജ പതുക്കെ കാറിനകത്തുനിന്ന് ഇറങ്ങി ആ സിറ്റ് ഔട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അലീന ഇറങ്ങി ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി. അലീനയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തിരികെ വരൂ എന്നുള്ള കാര്യം. അലീനയുടെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു, എന്താടി നീ എന്നെ എന്താ നോക്കുന്നതെന്ന് ചോദിച്ചു. ഈ വീട് മൊത്തത്തിൽ അങ്ങോട്ട് വിഴുങ്ങാന്നോർത്ത് വന്നതല്ലേ, ഞാൻ വന്നാൽ നിനക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ലല്ലേ അല്ലേന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം അലീന പറഞ്ഞു, എന്തൊക്കെയാ മാഡം പറയണേ, ഇഷ്ടപ്പെട്ടില്ലെന്നോ? ഇത് മാഡത്തിൻ്റെ വീടല്ലേ, മാഡം ഇവിടെയല്ല കഴിയേണ്ടതെന്ന് ചോദിച്ചു. വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട, നീ എന്താ ഏതാന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായതാന്ന് പറഞ്ഞുകൊണ്ട് അലീനയോട് ദേഷ്യപ്പെടുവാണ്. എന്താണെങ്കിലും വൈജ തിരികെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വന്നാണോ തിരികെ പോകുമെന്നൊന്നും അറിയത്തില്ല. ഒരു പക്ഷേ ഗംഗാധരനും രാജീവനും ശിവശങ്കരനും ഒക്കെ എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇനി സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ വഴിയുണ്ട്. അഹങ്കാരം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു. നന്ദി.